ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഐഫോണിന്റെ 16 പ്രോ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. 16 പ്രോ ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറയുന്ന വേരിയന്റാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ പോയി വാങ്ങി പ്രീ ഓർഡർ ചെയ്തായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രീ ഓർഡർ ചെയ്തായിരുന്നു. 9 മണിയായപ്പോൾ തന്നെ നമ്മൾ പനമ്പള്ളിയറിലെ IT നെറ്റിൽ നിന്നാണ് മേടിച്ചത്. അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം എല്ലാ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റും മേടിക്കാറ്. ഇൻഫാക്ട് ആപ്പിളല്ല, എല്ലാ പ്രൊഡക്റ്റും അവിടെ തന്നെ മേടിക്കാറ്. അപ്പോൾ നിങ്ങൾ എറണാകുളത്താണെങ്കിൽ നിങ്ങൾക്ക് പോയി പ്രീ ബുക്ക് ചെയ്ത് മേടിക്കാവുന്ന ഒരു ഓപ്ഷനാണ്. അഗെയിൻ നമ്മൾ ഐഫോൺ 16 പ്രോ എടുക്കാൻ കാര്യം എന്താ വെച്ചാൽ 16 പ്രോ മാക്സ് വളരെ സൈസ് കൂടുതലാണ്. എൻ്റെ യൂസേജിന് എനിക്ക് ഭയങ്കര സൈസും ഹെവി ആയിട്ട് തോന്നി. അതുകൊണ്ട് എല്ലാ കൊല്ലം ഞാൻ പ്രോ എടുക്കാറ്. അപ്പോൾ ഇത്തവണ തന്നെയും പ്രോ എടുത്തിരിക്കുന്നത്. 256 GB സ്റ്റോറേജ് ആണ് എടുത്തത്. ഡെസേർട്ട് ടൈറ്റാനിയം അതാണ് ഈ വർഷത്തെ കളർ. ഒരു സ്റ്റാൻഡേർഡ് കളർ എന്ന് പറയാവുന്നത്, അല്ലെങ്കിൽ പുതിയ കളർ എന്ന് പറയാവുന്നത്. പിന്നെ ഇതിന് ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 6.1 നിന്ന് 6.3 ഇഞ്ചസ് ആയി ഡിസ്പ്ലേ സൈസ്. പിന്നെ ആപ്പിളിന്റെ A18 പ്രോ ബയോണിക് ചിപ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ 48 മെഗാ പിക്സൽ അൾട്രാ വൈഡും വന്നിട്ടുണ്ട് ഇത്തവണ. പിന്നെ കാര്യമായ ചേഞ്ചസ് ഒന്നുമില്ല. iOS 18 ഒബ്വിയസ്ലി അതിപ്പോൾ എല്ലാത്തിലും കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയാണ് മേജർ ചേഞ്ചസ് പറയാവുന്നത്. ബാക്കി ഏറെക്കുറെ സെയിം തന്നെയാണ്, വേറെ ചേഞ്ചസ് ഒന്നും തന്നെ ഇല്ല. എന്നാൽ നമ്മൾ ബാക്കി അൺബോക്സ് ചെയ്തിട്ട് പറയാം എന്തൊക്കെയാണ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ക്യാമറ സാമ്പിൾസും എല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ എപ്പോഴും പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഐഫോൺ 16 പ്രോന്റെ വിലയും കൂടെ ഞാൻ പറയാം. ഇത്തവണ വില കുറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെക്കാളും 1,19,000 രൂപയാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. 128 GB വേരിയന്റിന് എഗെയിൻ 4,000 രൂപ കാർഡ് ഓഫർ ഉണ്ട്, SBI കാർഡ്. അപ്പോൾ ഏതാണ്ട് 1,15,000 സ്റ്റാർട്ട് ചെയ്യണു എന്ന് പറയാം. അപ്പോൾ അതാണ് പ്രൈസിങ്. എഗെയിൻ 256 GB സ്റ്റോറേജ് വേരിയന്റിന് 1,29,000 ആണ് വരുന്നത്. അതിലും 4,000 രൂപ കാർഡ് ഓഫർ ഉണ്ട്. ICICയും SBI ആണുള്ളത് എൻ്റെ ഓർമ്മ. അപ്പോൾ കാർഡ് ഓഫർ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിംഗിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ഐഫോൺ 16 പ്രോന്റെ ബോക്സ് പാക്കേജിങ്. ഐഫോണിന്റെ പടം മുന്നിൽ തന്നെ കാണാം. പിന്നെ നമുക്ക് ഇവിടെ കണ്ടില്ല എഴുതിയാണ് ഐഫോൺ 16 പ്രോ സാർ വാല്യൂ, ഇന്ത്യൻ സാർ വാല്യൂ ലിമിറ്റിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി നമ്മുടെ കയ്യിലുള്ളത് ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറയുന്ന കളറാണ്. ഇവിടെ എഴുതിയാണ് ഡെസേർട്ട് ടൈറ്റാനിയം. അതേപോലെ വില വരുന്നത് 1,19,999 രൂപയാണ് ബേസ് വേരിയന്റിന്. ഇത് 256 GB വേരിയന്റ് ആണ്. ഇത് 1,29,999 ആണ്. അതിനൊപ്പം തന്നെ 4,000 രൂപ SBI കാർഡ് ഓഫറും ഉണ്ട്. അപ്പോൾ ഇതാണ് ഡെസേർട്ട് ടൈറ്റാനിയം വേരിയന്റ്. അപ്പോൾ അഗെയിൻ ബേസ് വേരിയന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 120 GB ആണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് തുറക്കാം. ഐഫോൺ 16 പ്രോ. അപ്പോൾ ഇവിടുത്തെ കൂടെ നമുക്കൊന്ന് തുറക്കാം. അപ്പോൾ ഇനി പുറത്തേക്ക് എടുക്കാൻ ഡിവൈസ്. അപ്പോൾ ഇതാണ് ഐഫോൺ 16 പ്രോ ഡെസേർട്ട് ടൈറ്റാനിയം. അപ്പോൾ ലുക്കിനെ കണ്ടില്ലേ? ആ ഡെസേർട്ട് ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സാൻഡിൻ്റെ ഒക്കെ ആ ഒരു ഫീലാണ്, മണലിൻ്റെ ഒക്കെ ഒരു കളറാണെന്ന് എനിക്ക് തോന്നുന്നു. അതായിരിക്കും ഇന്ത്യൻ്റെ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഗോൾഡൻ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിലൊക്കെ തന്നെ ഒരു നല്ലൊരു പ്രീമിയം ഗോൾഡൻ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജിൽ കാര്യമായ ഒരു ഡിഫറൻസ് ഒന്നും കാണുന്നില്ല ആക്ച്വലി. ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഐഫോൺ 15 പ്രോന്റെ പോലെ തന്നെയാണ് ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഡിസ്പ്ലേന്റെ പ്രൊട്ടക്ഷൻ കൂടെ ഒന്ന് മാറ്റിയേക്കാം. അപ്പോൾ നമുക്കിവിടെ കാണുന്നത് ആക്ഷൻ ബട്ടൺ ആണ്. മെയിൻ ആയിട്ടുള്ള വരുന്നത് ആക്ഷൻ ബട്ടൺ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ആക്ഷൻ ബട്ടൺ പഴയതാണ്, ഇപ്പോൾ പുതിയതായി വന്നതൊന്നുമല്ല. അതിനൊപ്പം തന്നെ വോളിയം കീസ്, സിം ട്രേ, അതിനൊപ്പം പവർ ബട്ടണും താഴെ ക്യാമറ കൺട്രോൾ, ഇതാണ് പുതിയതായി വന്നത്. ക്യാമറ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ എളുപ്പത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാവുന്ന ഒരു ബട്ടണാണ്. അതിനൊപ്പം തന്നെ USB Type-C പോർട്ട്, സ്പീക്കർ യൂണിറ്റ്. ഇത്രയാണ് ഡിസൈൻ ലാംഗ്വേജ് പറയുകയാണെന്ന് വെച്ചാൽ. വലിയ വേറെ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ഇൻഫാക്ട് ഐഫോൺ 15 പ്രോ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡിസൈൻ ലാംഗ്വേജ് വലിയ ചേഞ്ച് ഒന്നുമില്ല. ഇൻഫാക്ട് ഇത് വെയിറ്റ് കൂടിയിട്ടുണ്ടെന്ന് വേണ്ടി പറയാം. കണ്ടില്ലേ? ഇതിൻ്റെ കയ്യിൽ ലെഫ്റ്റിലിരിക്കുന്ന ബ്ലൂ കളർ, ബ്ലൂ ടൈറ്റാനിയം ആയിരുന്നു ഐഫോൺ 15 പ്രോ. ഇത് 16 പ്രോ. ഡിസൈനിൽ വലിയ മാറ്റങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല എന്ന് മാത്രമല്ല എക്സാക്ട്ലി സെയിം ആണ്. ആ ക്യാമറ കൺട്രോൾ മാത്രമേ മാറ്റുള്ളൂ. പിന്നെ വെയിറ്റ് ആക്ച്വലി കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഡിസ്പ്ലേ സൈസ് മാറിയിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച് ആണ്. 6.1 നിന്ന് 6.3 ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് കേബിളാണ് USB Type-C to Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരു സിം ട്രെയിൻ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഐഫോണിന്റെ മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ബോക്സിനകത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഐഫോൺ 16 പ്രോ സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഐഫോൺ ടു ഐഫോൺ കോപ്പി ഉള്ളത് കൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ ട്രാൻസ്ഫർ നടന്നു. അപ്പോൾ എല്ലാ ആപ്സും ഇൻക്ലൂഡിങ് വാട്സാപ്പ് ജസ്റ്റ് 1 ഹവറിനകത്ത് എല്ലാം കോപ്പി ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആപ്സും കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സെറ്റിംഗ്സിലൊന്നും നോക്കാൻ തന്നില്ലേ? ഐഫോൺ 16 പ്രോ, ബാക്കി സീരിയൽ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കാണാം. iOS 18 ആണ് വരുന്നത്. അപ്പോൾ അബൌട്ട് ഫോൺ കാണിച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കി
നോട്ടിഫിക്കേഷൻ ടോഗിൾ ഉണ്ട്. ഇതൊരു പുതിയ iOS 18 നോട്ടിഫിക്കേഷൻ ടോഗിൾ. അഗൈൻ iOS 18 കുറിച്ച് ഞാൻ വിശദമായി ഇവിടെ പറയുന്നില്ല, കാരണം നിങ്ങൾ ഓൾറെഡി കുറെ വീഡിയോസ് കണ്ടു കാണും. അപ്പോൾ iOS 18 ആണ് വരുന്നത്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ ഇവിടെ കണ്ടില്ല, നമുക്ക് ബെസൽസ് വളരെ മിനിമൽ ആയിട്ടുണ്ട്, എന്നാൽ കുറച്ച് ഒരു ലെങ്ത് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് 6.3 ഇഞ്ചസ് വരുന്നത്. അഗൈൻ റെറ്റിന OLED ഡിസ്പ്ലേ, പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് ഒക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ഏറ്റവും നല്ല ഗ്ലാസ് ഹാർഡ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്, റെറ്റിന HDR, അതേപോലെ ഡോൾബി വിഷൻ സപ്പോർട്ടും അങ്ങനത്തെ എല്ലാം തന്നെ ഉണ്ട്. ഇനി ഡിസൈൻ ലാംഗ്വേജ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ ചേഞ്ചസ് ഒന്നുമില്ല കാര്യമായി. ഡിസൈനിൽ ആകെ ഈ ക്യാമറ ബട്ടനാണ് മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് സെയിം എക്സ്പീരിയൻസ് ഒക്കെ തന്നെ, ഈ കളർ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ കഴിഞ്ഞ സോഫ്റ്റ്വെയറിനകത്ത് നമുക്ക് iOS 18 ആണ് വരുന്നത്. അപ്പോൾ എഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ iOS 18 കുറിച്ചുള്ള ഒരു ഡിഫറെൻറ്റ് വീഡിയോ ചെയ്യുന്നതാണ്, കംപ്ലീറ്റ്ലി ഒരു ടോട്ടലി ഡിഫറെൻറ്റ് വീഡിയോ ചെയ്യാം. എല്ലാ ഫീച്ചേഴ്സ് സെറ്റ് എന്തൊക്കെയാണെന്നുള്ളത് ഒരു ഡിഫറെൻറ്റ് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഐഫോണിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നത്. അപ്പോൾ ബെസൽസ് വളരെ സിമ്പിളായിട്ട്, പിന്നെ നമുക്ക് ഡൈനാമിക് ഐലൻഡ് അതേപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ട് കാര്യമായ ചേഞ്ചസ് ഒന്നുമില്ല. അപ്പോൾ ബെസൽസ് മിനിമൽ ആയിട്ടുണ്ട്, വളരെ മിനിമൽ ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഒരു ഡിസൈനിലെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. ഇനി പ്രോസസ്സറിലേക്ക് വരുമ്പോൾ അഗെയിൻ ആപ്പിളിൻ്റെ A18 Pro ബയോണിക് ചിപ്പാണ് വരുന്നത്. കഴിഞ്ഞ വർഷം A17 Pro ബയോണിക് ആണ്. ഇത്തവണ iPhone 16 16 പ്ലസിലും A18 ഉണ്ട്. ഇതിനകത്തും പ്രോ മാക്സിലും A18 ബയോണിക് പ്രോ ചിപ്പാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഫീച്ചറിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ ബേസ് വേരിയൻസ് എല്ലാം തന്നെ ഓൾഡർ വേർഷൻ ഓഫ് ചിപ്പായിരുന്നു കൊടുത്തിരുന്നത്. ഇത്തവണ സെയിം ചിപ്പ് തന്നെ കൊടുത്തിരുന്നത്. പിന്നെ USB Type-C പോർട്ടും 120 Hz റിഫ്രഷ് റേറ്റാണ് ഡിസ്പ്ലേ വരുന്നത്. അപ്പോൾ അതെല്ലാം തന്നെ iPhone Pro സീരീസിൻ്റെ ചേഞ്ചസ് അല്ല, ഫീച്ചേഴ്സ് ആണ്. 16ഉം 16 പ്ലസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ക്യാമറയിലോട്ട് പോകുമ്പോൾ നമുക്ക് ക്യാമറ UI-ലൊന്നും കാര്യമായി മാറ്റില്ല. ഇവിടെ ആ ക്യാമറ ബട്ടൺ കണ്ടോ, ഇതാണ് ഒരു ചേഞ്ച് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് കണ്ടില്ലേ, ഇവിടെ തന്നെ നമുക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ കണ്ടില്ലേ സൂം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. കണ്ടില്ലേ, എനിക്ക് സ്വൈപ്പ് ചെയ്ത് സൂം ചെയ്യാം. അൾട്രാ വൈഡും ഇതിലേക്ക് കണ്ടില്ലേ സൂം ചെയ്ത് പോവാന്നുള്ളതാണ്. ഈ ഒരു ബട്ടൺ കൊണ്ട് തന്നെ നമുക്കെല്ലാം ചെയ്യാന്നുള്ളതാണ് ക്യാമറ കൺട്രോൾ ബട്ടൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയാവുന്നത്. അപ്പോൾ സൂം ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് പിക്ചർ ക്യാപ്ചർ ചെയ്യാൻ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ഇത് വരുന്നതാണ്. അപ്പോൾ ക്യാമറ കൺട്രോൾ ബട്ടൺ പുതിയതായി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ ക്യാമറ എടുക്കാന്നുള്ളത് എഗെയിൻ ഐഫോണിൻ്റെ ആദ്യത്തെ ഫീച്ചർ ഒന്നും അല്ല കേട്ടോ. ഒരുപാട് ആൻഡ്രോയിഡ് ഫോൺസിൽ, ഈവൻ പഴയ നോക്കിയ ഫോൺസിൽ വരെ ഈ ബട്ടൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ബട്ടൺ ഒരു പുതിയ ഫീച്ചർ ഒന്നല്ല, ഒരുപാട് ഫോൺസിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ കാര്യം. പിന്നെ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടെ കാണാം. ഇതെല്ലാം iPhone 16 Pro എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. വിശദമായി ക്യാമറ ടെസ്റ്റ് ചെയ്ത് ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം, ഇത് എത്രത്തോളം ഇംപ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ നല്ലതാണോ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കണ്ടിട്ട് ക്യാമറ 16 Proന്റെ അഗെയിൻ 48 MP അൾട്രാ വൈഡും ഉണ്ട്, 12 MP ടെലിഫോട്ടോ ഉണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് 48 MP പ്രൈമറി ക്യാമറയും ഒരു 12 MP സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ക്യാമറേൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഓവറോൾ ക്യാമറ പെർഫോമൻസ് ഞാൻ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്തിട്ട് പറയാം. ഈ ബാറ്ററി ലൈഫിന്റെ കാര്യം പറയുമ്പോൾ ബാറ്ററി ലൈഫിലും വലിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. എന്നാൽ ചാർജിങ് സ്പീഡിൽ കുറച്ച് മാറ്റം വന്നിട്ട്, അതും വയർലെസ് ചാർജിങ് ആണ്. മാക്സേഫ് ചാർജിങ് വയർലെസ് ഇപ്പോൾ 25 watt മാക്സേഫ് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യണം. മുമ്പ് അത് അതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 15 watt ആയിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നത്. ബാക്കി എല്ലാ ചാർജിങ് സ്പീഡൊക്കെ തന്നെ റീറ്റെയിൻ ചെയ്തിട്ട് തന്നെയുള്ളൂ. വലിയ ഫാസ്റ്റ് ചാർജിങ് ഒന്നും ഐഫോണിന് എക്സ്പെക്ട് ചെയ്യാറില്ലല്ലോ നമുക്ക്, അതുകൊണ്ട് തന്നെ അത് ഇത്തവണ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ അതിലൊന്നും വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു iPhone 16 Proൻ്റെ ഒരു ഫസ്റ്റ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ ഓവറോൾ നല്ല ഒരു പ്രീമിയം സ്മാർട്ട് ഫോൺ എക്സ്പീരിയൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ iPhone 15 Pro ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ ചേഞ്ച് ഒന്നും ഇല്ല എന്ന് പറയാം. എന്നാലും പുതിയൊരു ഐഫോൺ എടുക്കുന്നവർക്ക് 16 Proനെ എടുക്കുകയായിരിക്കും നല്ലത്. കാരണം ഏറ്റവും ലേറ്റസ്റ്റ് ഹാർഡ്വെയറും അതേപോലെ ഏറ്റവും ലേറ്റസ്റ്റ് ക്യാമറ ഹാർഡ്വെയറും ഫീച്ചേഴ്സൊക്കെ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു iPhone 16 Proൻ്റെ അൺബോക്സിംഗ് ഹാൻഡ്സ് ഓൺ വീഡിയോ. അപ്പോൾ iPhone 4 വേരിയൻ്റാണ് ഇത്തവണയും വരുന്നത്. iPhone 16, 16 Plus, 16 Pro, Pro Max അങ്ങനെ 4 വേരിയൻ്റാണ് വരുന്നത്. എഗെയിൻ 16 സ്റ്റാർട്ട് ചെയ്യുന്നത് 80,000 rupees സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 128 GB വേരിയൻ്റ് ആണ്. ഇത് 1,19,000 സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കൂടുതലായി ഐഫോണിൻ്റെ വീഡിയോസുമായിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.